നമസ്കാരം, ഞലട്ടണയിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് മേടിച്ച് വിജയിച്ചവരാണ് നിങ്ങൾക്കൊരു സുവർണ അവസരം. കേന്ദ്ര സർക്കാരിന് കീഴിൽ പരീക്ഷയും ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ നേരിട്ട് നിയമനം ലഭിക്കാൻ അവസരം. കേന്ദ്ര തപാൽ വകുപ്പിലെ ഗ്രാമീൺ ഡാക് സേവക് എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ വൻപൻ അവസരം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 28,740 ഒഴിവുകളാണ് വരാൻ പോകുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ തന്നെ സ്ഥിരം ജോലി ലഭിക്കാനായിട്ടുള്ള അവസരം, ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്കതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് മേടിച്ചവർക്കാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ സെലക്ഷൻ ലഭിക്കാൻ അവസരം. കേന്ദ്ര തപാൽ വകുപ്പിലാണ് ഗ്രാമീൺ ഡാക് സേവക് എന്നീ തസ്തികകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അതിൽ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, പരീക്ഷ ഉണ്ടാവില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനം വന്നിട്ടില്ല. 2026 ജനുവരി 31 പബ്ലിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ 2026 ഫെബ്രുവരി 14 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 പോസ്റ്റുകളുള്ളത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് എന്നീ തസ്തികകളിലായിട്ടാണ് മൊത്തം 28,740 ഒഴിവുകളുള്ളത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേരള സർക്കാരിലും ഒഴിവുകളുണ്ട്. കേരളത്തിലും 1,691 ഒഴിവുകൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതിനുണ്ട്. അടിസ്ഥാന വിഹിതം 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇംഗ്ലീഷും മാത്തമാറ്റിക്സും പ്ലസ് 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം എന്ന നിബന്ധന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 18 മുതൽ 40 വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ SC കാരന് 5 വർഷവും OBC നോൺ ക്രീമിയിലുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. 100 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള അപേക്ഷാ ഫീസ്. ജനറൽ കാൻഡിഡേറ്റ്സ് OBC കാൻഡിഡേറ്റ്സൊക്കെ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എന്നാൽ വനിതകളെ SC കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവർക്കൊന്നും ഫീസില്ല. 100 രൂപ മാത്രമേ ഉള്ളൂ അപേക്ഷാ ഫീസ്. സെലക്ഷൻ വെച്ചാൽ 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ടെസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കത്തില്ല. അതിലേക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ശമ്പള സ്കെയില് 12,000 മുതൽ 29,380 എന്ന സ്കെയിലായിരിക്കും അത്. എന്നാൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതേപോലെ ഡാക് സേവക് എന്നീ തസ്തികകളിലേക്ക് 10,000 മുതൽ 24,470 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡാക് സേവക് പോസ്റ്റിലേക്ക് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ ലോക്കൽ ലാംഗ്വേജ് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന നിർബന്ധമായും മലയാളം അറിഞ്ഞിരിക്കണം, മലയാളം പഠിച്ചിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് https:/www.indiapost.gov.in എന്ന സൈറ്റിൽ വരും. പബ്ലിഷ് ചെയ്തിട്ടില്ല. 2026 ജനുവരി 31 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുക. അന്ന് അപേക്ഷിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബ്രുവരി 14 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ ഇല്ലാതെ, ടെസ്റ്റ് ഒന്നും ഇല്ലാതെ, അതേപോലെ ഇൻ്റർവ്യൂ ഇല്ലാതെ നേരിട്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു നിയമനം ലഭിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് ഈ അവസരം ആരും കളയരുത്. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനം ഇത്രയും വേക്കൻസികളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് തന്നെ ജോലി ലഭിക്കാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർ, കാരണം ഉദ്യോഗാർത്ഥികൾ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു അവസരമാണ്. എല്ലാ വർഷവും ഏകദേശം 20,000 മുതൽ 30,000 വരെ വേക്കൻസികൾ ഈ പോസ്റ്റിൽ. കഴിഞ്ഞ വർഷം 38,000 അടുത്ത് പോസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുപോലെയുള്ള അവസരങ്ങൾ വരുന്നതാണ്. എല്ലാവരുടെയും ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നോട്ടിഫിക്കേഷൻ വിശദമായി വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.